ഇതിന്റെ MRP പ്രൈസ് എന്ന് പറഞ്ഞാൽ 18000 രൂപയാണ് കേട്ടോ. നമുക്ക് ഡിവൈസ് ഫോണുമായിട്ട് കണക്ട് ചെയ്ത് മ്യൂസിക് ക്വാളിറ്റി എങ്ങനെയൊന്ന് കാണിച്ചത് കിട്ടില്ല. വോയിസ് അകത്തേക്ക് 360 നമുക്കിത് റൊട്ടേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പോകുന്ന നമ്മുടെ LS2ൻ്റെ ഫോക്കൽ എന്ന് പറഞ്ഞ ഇൻട്രോകോം ആണ്. അപ്പോൾ ഞാനും പല രീതിയിലുള്ള ഇൻട്രോകോം ബ്ലൂടൂത്തൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള ഇൻട്രോകോം ഞാൻ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. നല്ല കോസ്റ്റ്ലിയാണ്. ഇതിൻ്റെ MRP പ്രൈസ് എന്ന് പറഞ്ഞാൽ 18000 രൂപയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും രൂപയ്ക്കുള്ള സാധനം ഇതിൻ്റെ അകത്ത് ഉണ്ടായില്ലെന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് തന്നെ കാണിച്ചു തരാം. ചെറുതായിട്ട് ഞെട്ടിക്കുന്നൊരു സംഭവം ഉണ്ട് കേട്ടോ ഈ ഇൻട്രോകോമിൻ്റെ അകത്ത്. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് അടങ്ങിയത് ഇൻട്രോകോമാണ്. LS2ൻ്റെ ജാക്കറ്റ് ഹെൽമെറ്റൊക്കെ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. ഇൻട്രോകോം അങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാവർക്കും അങ്ങനെ ഇൻട്രോകോം ഉള്ളത് തന്നെ അറിയത്തില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് ഇതിൻ്റെ അകത്തുള്ള ഇൻട്രോകോമും അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പിന്നെ നമ്മളെ ഹെൽമെറ്റിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നതായിട്ടുള്ള ചെറിയൊരു വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ LS2ൻ്റെ ഇൻട്രോകോമിൻ്റെ ഒരു ബോക്സ് കേട്ടോ. ഒരു പക്കം പ്രീമിയം ബോക്സ്. ഒരു നമ്മളെ സ്വർണ്ണക്കടയിൽ നിന്നൊക്കെ നെക്ലേസൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ബോക്സാണ് ശരിക്കും. നിങ്ങൾക്ക് ആരെങ്കിലും റൈഡേഴ്സ് ആയിട്ടുള്ള മച്ചന്മാരുണ്ടെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയൊരു കിട്ടിലെ ഐറ്റമാണ് കേട്ടോ ഈ സാധനം. അത്യാവശ്യം കോസ്റ്റ്ലിയാണ്, വീണ്ടും പറയാം. അപ്പോൾ അതാ ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാനായിട്ട് പോവുകയാണ്. യെസ്, സംഭവം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഐറ്റം. ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നമുക്ക് ഇൻട്രോകോം കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പം ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ എന്താ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്കൊരു ക്യാമറ വന്നിട്ടുണ്ട്. അതാണ് ഗൈസ് എന്നെ ഈ ഒരു ഇൻട്രോകോം വാങ്ങാനായിട്ട് മെയിനായിട്ട് എന്താണ് കൊതിപ്പിച്ച ഐറ്റം. സോണിയുടെ 2K റെസൊല്യൂഷൻ വരെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ക്യാമറയാണ് കേട്ടോ. ഞാൻ 1-2 തവണ ഷൂട്ടൊക്കെ ചെയ്ത് നോക്കിയായിരുന്നു. പിന്നെ ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഡിസൈൻ നമ്മളെ LS2ൻ്റെ ബ്രാൻഡ് തന്നെ കാണുമ്പോൾ തന്നെ നമുക്ക് എന്തായാലും ഒന്ന് കൊതി വരും. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്ത സ്വിച്ചും കാര്യങ്ങളൊക്കെയാണ്. അതിനെക്കുറിച്ചൊക്കെ പറയാം. അപ്പോൾ ഇൻട്രോകോം ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കുക, അതിനെക്കുറിച്ച് പിന്നെ പറയാം. ബോക്സിൽ വന്നിരിക്കുന്ന ബാക്കി ഐറ്റങ്ങളെ കുറിച്ച് പറയാൻ കേട്ടോ. അതായത് ഇൻട്രോകോമിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഒരു ക്ലിപ്പ് കൊടുത്തിട്ടുണ്ട്. ഒരു ബ്ലാക്ക് ക്ലിപ്പാണ് ഇപ്പോൾ ഇതിനകത്ത് കൊടുത്തിട്ടുള്ള. ഈ ഒരു ക്ലിപ്പ് നമുക്ക് ചേഞ്ച് ചെയ്ത് നമ്മളെ ഹെൽമെറ്റിന് മാച്ച് ചെയ്ത കളർ ഇപ്പം ഗ്രീൻ ആണെങ്കിൽ ഇപ്പോൾ ഗ്രീൻ കളർ ക്ലിപ്പ് നമുക്ക് ഇതിനകത്ത് ഇളക്കി ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഹെൽമെറ്റിനോ ജാക്കറ്റിനോ മാച്ച് ചെയ്ത കളർ നമുക്ക് ഇൻട്രോകോമിൻ്റെ അകത്ത് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അതൊരു പൊളി ഫീച്ചർ തന്നെയല്ലേ ഇതിൻ്റെ അകത്ത്. ഇപ്പോൾ ബോക്സിൽ തന്നെ ഇങ്ങനെ കൊടുത്തേക്കുന്നത് നമുക്ക് എന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ ഇഷ്ടം അനുസരിച്ച് ഇൻട്രോകോമിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ അടിപൊളിയാക്കാനായിട്ട് പറ്റും. പിന്നെ ഇത് കണക്ട് ചെയ്യണം. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് സ്പീക്കർ. ഞാൻ ജസ്റ്റ് കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ആ സൗണ്ട് ക്വാളിറ്റി എങ്ങനെയൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ഇൻട്രോകോം ഓൺ ആക്കാനായിട്ട് ഇതിൻ്റെ ബേക്ക് ഭാഗത്തൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ LS2ൻ്റെ സ്റ്റിക്കർ വന്നിരിക്കുന്ന ബട്ടൺ രണ്ടും കൂടെ ഒരുമിച്ച് പ്രസ് ചെയ്യാൻ നേരത്ത് നമുക്ക് ഇവിടെ ഒരു ബ്ലൂ ലൈറ്റ് ഇങ്ങനെ കാണാനായിട്ട് പറ്റും. ഇപ്പോൾ ഡിവൈസ് ഇപ്പോൾ ഓൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫോണിൽ കണക്ട് ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ നമുക്ക് ഡിവൈസ് ഫോണുമായിട്ട് കണക്ട് ചെയ്ത് ഇതിൻ്റെ ഒരു മ്യൂസിക് ക്വാളിറ്റി എങ്ങനെയൊന്ന് കാണിച്ചു തരാം. അപ്പം ഞാൻ ഓൾറെഡി കണക്ട് ആയിട്ടുണ്ട്. എനിക്കിപ്പോൾ ഡയറക്റ്റ് കണക്ട് ആയിട്ടുണ്ട്. വേറെ താമസവും കാര്യങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് ജസ്റ്റ് പാട്ടൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഫുൾ വോളിയത്തിൽ വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ കേൾക്കുന്ന ഈ ഫോണിലല്ല കേൾക്കുന്ന ഈ ഹെൽമെറ്റിൻ്റെ അകത്തുള്ള സൗണ്ടാണ് നിങ്ങളിപ്പോൾ കേട്ടോണ്ടിരിക്കുന്നത് കേട്ടോ. നോക്കി ഹെൽമെറ്റ് പുറത്തുനിന്ന് കേൾക്കുമ്പോൾ തന്നെ നല്ല കിടില വോയിസ്. അകത്തേക്ക് പോകുമ്പോൾ ഇതാണ് ഗൈസ് അവസ്ഥ. ഒരു രക്ഷയില്ലാത്ത ഈ ഓഡിയോ ക്വാളിറ്റിയാണ് കേട്ടോ ഈ സ്പീക്കറിൽ നിന്ന് കിട്ടുന്നത്. നോ രക്ഷ. അതേപോലെ തന്നെ ഈ ഒരു സോങ് പൗസ് ചെയ്യണമെങ്കിൽ ഈ ഒരു ബട്ടണിന് ഒറ്റ പ്രസ് വയ്ക്കുക, സോങ് പൗസ് ആവും. വീണ്ടും ഞെക്കാൻ നേരത്ത് വീണ്ടും പ്ലേ ആവും കേട്ടോ. ട്രാക്ക് മാറ്റാനൊക്കെ ഈ മുകളിലത്തെ വോളിയം ബട്ടണുണ്ട്. ഈ വോളിയം ബട്ടണിൽ പ്രസ് ചെയ്ത് നിൽക്കാൻ നേരത്ത് നമുക്കവിടെ ട്രാക്ക് മാറും. കണ്ടില്ലേ? വോയിസ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ സിംഗിൾ പ്രസ്സാണ് കേട്ടോ വരുന്നത്. ഓക്കെ. അതേപോലെ തന്നെ നമുക്ക് ബേക്കിലത്തെ ബട്ടനും ഫ്രണ്ടിലത്തെ ഈ ഒരു സ്വിച്ചും കൂടെ ഒരുമിച്ച് വെക്കുമ്പോൾ ഇത് ഡയറക്റ്റ് ഓഫ് ആയിരുന്നതായിരിക്കും. ഓഫ് ആവുന്നിട്ട് റെഡ് ലൈറ്റാണ് കാണുന്നത്. പിന്നെ അതിൻ്റെ കൂടെ 2 മൈക്ക് നമുക്ക് വന്നിട്ടുണ്ട്. നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്ന മൈക്കിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മൈക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്ലിപ്പ് ടൈപ്പ് ഹെൽമെറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളെ മൗത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫ്ലെക്സിബിൾ ടൈപ്പ് മൈക്കാണ് വന്നിരിക്കുന്നത്. പിന്നെ അടുത്ത വേറൊരു മൈക്ക് നമ്മളെ ഫുൾ ഫേസ് ഹെൽമെറ്റിൻ്റെ അതൊക്കെ നമ്മളെ ചുണ്ടിലൊക്കെ ഇറിറ്റേഷൻ വരാത്ത രീതിയിൽ നമുക്ക് ഒരു കുഞ്ഞു മൈക്കാണ് വന്നിരിക്കുന്നത്. മൈക്കിൻ്റെ ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന് ഞാൻ ഇത് ഉപയോഗിച്ചതിന് ശേഷം പറഞ്ഞുതരാം കേട്ടോ. ഞാൻ അത് ചെക്ക് ചെയ്തിട്ടില്ല. അപ്പം അടുത്തൊരു കവറിനകത്ത് വന്നിരിക്കണമെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ സ്ട്രാപ്പും കാര്യങ്ങളൊക്കെയാണ് നമ്മളെ ഹെൽമെറ്റിൻ്റെ സൈഡിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ കുറച്ച് മൗണ്ടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പം ഇത് ഇൻസ്റ്റാൾ ചെയ്യാനും അതുപോലെ തന്നെ റിമൂവ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. ജസ്റ്റ് വേറൊരു അഡ്വാൻറ്റേജ് കാണിച്ചു തരാം. ഇതിങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്കിത് ഇതേപോലെ 360 നമുക്ക് കറക്കാനായിട്ട് പറ്റും. നമുക്ക് പുറകിൽ നിന്ന് വരുന്ന വിഷ്വൽസ് നമുക്ക് ഷൂട്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ നമുക്ക് പുറകിലെ വിഷ്വൽസ് ഷൂട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഫ്രണ്ടിലോട്ട് റൊട്ടേറ്റ് ചെയ്താൽ ഇവിടെ ഫ്രണ്ടിലത്തെ വിഷ്വൽസ് ഷൂട്ട് ചെയ്യാം. ഒരുപാട് ഫീച്ചേഴ്സ് അടങ്ങിയിരിക്കുന്ന ഒരു ഇൻട്രോകോം ആണ് ഗൈസ് ഈ കാണുന്നത്.
അപ്പോൾ ഇതിൻ്റെ സ്പീക്കർ ക്വാളിറ്റി നമുക്ക് ഇപ്പം ഫോണിൽ തന്നെ ഷൂട്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ കാണിക്കാൻ പറ്റില്ല. ഞാൻ നേരത്തെ ഷൂട്ട് ചെയ്ത വീഡിയോസാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ആക്കിയത് കേട്ടോ. ഇനിയിപ്പോൾ അടുത്തത് ഇതിൻ്റെ വീഡിയോ ഷൂട്ടിങ് എങ്ങനെയാണ് ചെയ്യണത് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട്. ഇതിൻ്റെ അകത്ത് ഒരുപാട് ബട്ടൺസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് പറഞ്ഞു തന്നാൽ ഇതിപ്പോൾ ആരെങ്കിലും എടുക്കാൻ നിൽക്കുന്നത് എനിക്ക് അവർക്ക് കുറച്ച് യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്നു. അപ്പം അതിൻ്റെ സെറ്റിങ്സാണ് ഇനി കാണാനായിട്ട് പോകുന്നത്. ഫീച്ചേഴ്സ് കഴിഞ്ഞിട്ടില്ല, ഇത്ര നേരം കണ്ടത് നമ്മളെ ഓഡിയോ ക്വാളിറ്റി കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇനി ക്യാമറ വിഷ്വൽസ് എങ്ങനെയാണ് ഷൂട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്ക് ക്യാമറയുടെ സ്വിച്ച് ഓൺ ആക്കാനായിട്ട് സെപ്പറേറ്റ് ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ലോങ് പ്രസ് ചെയ്യുന്ന സമയത്ത് ക്യാമറ ഓൺ ആവും. ഇപ്പോൾ റെക്കോർഡിംഗ് ഉണ്ടല്ല, ക്യാമറ മാത്രമേ ഓൺ ആയിട്ടുള്ളൂ. വീണ്ടും അതിൻ്റെ അകത്ത് നമുക്ക് ഒറ്റ പ്രസ് കൊണ്ട് ചെയ്യാൻ നേരത്ത് ഇങ്ങനെ ഈ ബ്ലൂ ലൈറ്റ് കാണാൻ നേരത്ത് നമ്മുടെ ഫോണിൽ LS2 ഫോക്കലും പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്തിട്ട് വൈഫൈ നമുക്ക് കണക്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട് കേട്ടോ. വൈഫൈ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷന് കയറാനായിട്ട് പറ്റും. ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കാൻ നേരത്ത് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് കാണുന്നത്. നമുക്കത് ഓപ്പൺ ആക്കാൻ നേരത്ത് ഇതാ ലൈവായിട്ട് നമ്മൾ ക്യാമറ ഷൂട്ട് ചെയ്യുന്നത് ലൈവായിട്ട് തന്നെ കാണാനായിട്ട് പറ്റും. ഇതിനകത്ത് നമുക്ക് SD കാർഡ് ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ച വിഷ്വൽസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ഷൂട്ട് ചെയ്ത വിഷ്വൽസ് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് സെലക്ട് ചെയ്ത് നമുക്ക് ഗാലറിയിലോട്ട് ഇത് സേവ് ആക്കാനായിട്ടും പറ്റും. വളരെ ഈസി, ഇത് എത്രയുള്ള സംഭവം സേവ് ആക്കാനായിട്ട് പറ്റും. നേരെ ഗാലറി വന്നോളൂ. ഇതൊക്കെയാണ് നമ്മളെ ഇൻട്രോകോമിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഇൻട്രോകോ നമ്മൾ ഹെൽമെറ്റിൻ്റെ അകത്ത് വെച്ച് സെറ്റ് ആക്കാം. ഒരുപാട് നാളെ കൊണ്ട് വിചാരിക്കാൻ കേട്ടോ. ഞാൻ ഇതിൻ്റെ അകത്തൊരു നോർമൽ കുറഞ്ഞൊരു ബ്ലൂടൂത്ത് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാത്തതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ അത്യാവശ്യം പ്രീമിയം ഹെൽമെറ്റൊക്കെ ആയതുകൊണ്ട് ഒരു നല്ലൊരു ഇൻട്രോകോമിനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കരുത്. അപ്പോൾ ഏകദേശം ഹെൽമെറ്റിൻ്റെ റേറ്റിൻ്റെ അടുത്തൊക്കെ ഒരുമിച്ച് എത്തിയിട്ടുള്ളൊരു ഇൻട്രോകോമാണ് കേട്ടോ അതാ ഇപ്പോൾ എടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇൻട്രോകോ നമുക്കിനി ഹെൽമെറ്റ് സെറ്റ് ചെയ്ത് ഇതിൻ്റെ ആ ഒരു ലുക്കും പിന്നെ അതിൻ്റെ വീഡിയോ ഫുട്ടേജ് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ഇൻട്രോകം ജസ്റ്റ് ഇതാ ഈ ഒരു ബോക്സിനകത്ത് ഇങ്ങനെ വെച്ച് പ്രസ് ചെയ്താൽ ഇതിനകത്ത് ലോക്കായി. അതായത് നമ്മൾ ഹെൽമെറ്റിൽ നിന്ന് റിമൂവ് ചെയ്യാനും ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. എന്നിട്ട് നമുക്ക് ഈ ഒരു ക്യാമറ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രണ്ടിലത്തെ വിഷ്വൽസ് മാത്രമല്ല നമുക്ക് പുറകിലത്തെ വിഷ്വൽസ് നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെയാണെന്നല്ലേ ദാ ഇത് 360 നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പുറകിലോട്ടുള്ള വിഷ്വൽസ് വേണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഷൂട്ട് ചെയ്യാം. ഫ്രണ്ടിലത്തുള്ള വിഷ്വൽസ് വേണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഒരു പൊളി സംഭവമാണ്. നമുക്കിപ്പോൾ വ്ളോഗൊക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ എൻ്റെ കൂടെ ഗായത്രിയാണ് കൂടെ ഉണ്ടെങ്കിൽ അവളെ റിയാക്ഷനും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഗോപ്രോ വെച്ചിട്ട് എന്തായാലും പറ്റത്തില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ ക്യാമറ തിരിച്ച് വെച്ചാൽ അവളെ റിയാക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അങ്ങനെയുള്ളൊരു ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു വീഡിയോ ക്വാളിറ്റി ഒരു രക്ഷയില്ല. ഞാൻ ജസ്റ്റ് ഇത് കാണിച്ചു തരാം ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റി എങ്ങനെയാണെന്നുള്ളത്. അപ്പം ഇനി ഇൻട്രോകോമിൻ്റെ താഴെയായിട്ട് ചെറിയൊരു ക്ലിപ്പുണ്ട്. അത് ഇളക്കുമ്പോൾ നമുക്ക് ഈ സി പോർട്ടാണ് നമുക്ക് ചാർജിങ് അഡാപ്റ്റർ വരുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഒരു സ്ട്രാപ്പ് ഇളക്കാൻ നേരത്തെ അവിടെ നമുക്ക് മെമ്മറി കാർഡ് വരും. ഇൻബിൽറ്റ് മെമ്മറി കാർഡ് ഇവർ തന്നിട്ടുണ്ട്. 32 GB മെമ്മറി കാർഡ് തന്നിട്ടുണ്ട് കേട്ടോ. അതായത് വീഡിയോ ഫുട്ടേജ് ഫോട്ടോ ഫുട്ടേജൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു മെമ്മറി കാർഡ് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്കത് ഇനിയും 128 256 അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയുമാണ് നമ്മളെ ഈ ഒരു ഇൻട്രോകോമിൻ്റെ ഫീച്ചേഴ്സ്. ഇനി ഈ ഇൻട്രോകോ നമുക്ക് ഹെൽമെറ്റിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഹെൽമെറ്റിനകത്തുള്ള ലുക്കും അതുപോലെ തന്നെ ഇതിൻ്റെ വീഡിയോ ഫുട്ടേജ് റണ്ണിങ് ഫുട്ടേജൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം, സെറ്റ് ചെയ്യാം. പോയിട്ട് പോരാ. ക്യാമറ വീണ്ടും ഫ്രണ്ടിലോട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് സംസാരിച്ച് നോക്കിയാണ്. വോയിസ് എടുക്കുകയാണെങ്കിൽ ഈ ഒരു വോയിസിൻ്റെ ക്വാളിറ്റി കൂടെ നിങ്ങളെ കേൾപ്പിക്കാമല്ലോ. അപ്പോൾ വീട് എത്തിയിട്ടുണ്ട്. നല്ല മഴക്കോളമുണ്ട് കേട്ടോ. അപ്പം നമുക്കിനി ഇതിൻ്റെ ആ ഒരു ക്വാളിറ്റി എത്തുന്നുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ഇൻട്രോകോ നമുക്ക് രണ്ട് രീതിയിൽ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഇതിൻ്റെ കൂടെ 3M ടേപ്പ് വരുന്നുണ്ട്. അത് ഇൻസ്റ്റാൾ ചെയ്ത് ഇതിൻ്റെ അകത്ത് ഒട്ടിച്ച് വയ്ക്കാനായിട്ട് പറ്റും. ഈ ഒരു ക്ലിപ്പ് നമുക്ക് ഒട്ടിച്ച് വയ്ക്കാനായിട്ട് പറ്റും. അതല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ വേറൊരു ക്ലിപ്പും കൂടെ വരുന്നുണ്ട് കേട്ടോ. അതായത് നമ്മൾ ഈ പാഡിങ്ങിൻ്റെ ഷെല്ലിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റും. എനിക്ക് തോന്നുന്നത് കുറച്ചൊരു ബെറ്റർ ഈ ഒരു ക്ലിപ്പായിരിക്കും. എന്ന് വെച്ചാൽ ഹെൽമെറ്റ് നമുക്ക് നല്ല സ്പീഡിലൊക്കെ ഹൈ സ്പീഡിലൊക്കെ പോകുന്ന സമയത്ത് മഴയൊക്കെ നനഞ്ഞാലും ഈ ഒരു 3M വിലക്കുമായിരിക്കും. എന്നാലും കുറച്ചൊരു സേഫ്റ്റി ഈ ഒരു ക്ലിപ്പായിരിക്കും. ഈ ക്ലിപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ അതാ ഇത്രയേ ഉള്ള സംഭവം. ക്ലിപ്പ് ഇതാ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇൻട്രോകം സെറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇങ്ങനെ വയ്ക്കുക, ഒരു പ്രസ് കൊടുക്കുക, സംഭവം കഴിഞ്ഞ് സാധനം ഇത്രയേ ഉള്ളൂ. 360 നമുക്കിത് റൊട്ടേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും.
പൊളിയല്ലേ സെറ്റ് സാധനം. ഇൻട്രോകോമിൻ്റെ സ്പീക്കർ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നമ്മൾ AGVയുടെ അകത്ത് നമ്മളെ ചെവിയുടെ ഒരു ഭാഗത്ത് ഒരു ചെറിയൊരു സ്പോഞ്ചിൻ്റെ പീസ് ഉണ്ട് കേട്ടോ. അത് നമുക്ക് റിമൂവ് ആക്കാം. രണ്ട് സൈഡിലും ഇതേപോലത്തെ സ്പോഞ്ചിൻ്റെ പീസ് അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇൻട്രോകോം ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി മാത്രം വയ്ക്കുന്നതാണ്. ഇതാണ് സാധനം. അപ്പോൾ അത് നമുക്ക് റിമൂവ് ആക്കിയിട്ട് നമുക്ക് ഇൻട്രോകോമിൻ്റെ ബോക്സിൽ വരുന്ന വെൽക്രോ സ്റ്റിക്കറാണ് കേട്ടോ. ഇതേപോലെ ഇളക്കിയിട്ട് ചെവിയുടെ ഭാഗത്തേക്ക് ഇങ്ങനെ നൈസിന് വെച്ചൊന്ന് ഒട്ടിച്ച് വയ്ക്കാം. ഇപ്പോൾ വലിയ പരിപാടിയൊന്നുമില്ല. സ്പീക്കറിൻ്റെ ബേക്കിലായിട്ട് വെൽക്രോയുടെ ഓപ്പോസിറ്റ് സൈഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് അതിൻ്റെ അകത്തോട്ട് വെച്ചാൽ മതി. നമുക്ക് ചെവിക്കൊന്നും ഒരു ഇറിറ്റേഷനും വരാത്ത രീതിയിലുള്ള ഒരു ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു ഹോളിനകത്ത് ഫുള്ളൂടെ കവർ ചെയ്ത് ഇരുന്നോളൂ സാധനം. നോക്കി പക്ക പെർഫെക്റ്റ് ഫിറ്റായിട്ട് സാധനം ഇരുന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഒരുപാട് വയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഗോപ്രോയുടെ വീഡിയോ ഫുട്ടേജ് ചെയ്യാൻ വേണ്ടി സ്പീക്കറിന് വയർ കിടപ്പുണ്ട്. ഇപ്പോൾ ഈ ഇൻട്രോകോമിൻ്റെ സ്പീക്കറും കാര്യങ്ങളൊക്കെ ഒരുപാട് വയറും കിടപ്പുണ്ട്. അതുകൊണ്ട് വീട്ടിൽ ചെന്നാലേ ഒന്നും കൂടെ കിടലായിട്ട് അടുക്കി പറക്കി സെറ്റാക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ സ്പീക്കറിന് ബാക്കി കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഹെൽമെറ്റിൻ്റെ ലുക്ക് ഇപ്പോൾ ഇതാണ്. കൊള്ളാം അല്ലേ? ടെർമിനേറ്ററിൻ്റെ ഒക്കെ ഒരു ലുക്ക് ആയിട്ടിരിക്കുന്നല്ലേ. ഫ്രണ്ടിൽ ഇങ്ങനെ ക്യാമറ ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ബൾക്കിയായിട്ടാണ് ഇരിക്കുന്നത്. എങ്കിലും സാധനം കാണാൻ അത്യാവശ്യം ലുക്കായിട്ടുണ്ടല്ലേ. ഓക്കെ, അപ്പോൾ ഹെൽമെറ്റ് ഇട്ട് നോക്കട്ടെ. എങ്ങനെയുണ്ട് ഗൈസ്? ഹെൽമെറ്റ് ഇടാൻ നേരത്തുള്ള ആ ഒരു ലുക്ക് എങ്ങനെയുണ്ട്? കൊള്ളാം അല്ലേ? ഓക്കെ, അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ ഒരു ഇൻട്രോകോമിൻ്റെ ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തപ്പോൾ ഇതിൻ്റെ വീഡിയോ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കൂടെ കാണിക്കാതെ വെച്ചാൽ ആർക്കെങ്കിലൊക്കെ യൂസ്ഫുൾ ആവണമെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോ. നല്ല കോസ്റ്റ് ഉണ്ട്. ആ ഒരു കോസ്റ്റിനുള്ള സാധനം ഉണ്ടാകുന്ന വെച്ചാൽ ക്യാമറ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു കോസ്റ്റിനുള്ള സാധനം ഉണ്ട് കേട്ടോ. പക്ഷേ ക്യാമറ എല്ലാവർക്കും യൂസ്ഫുൾ ആവോ ഇല്ലയോ നോക്കിയിട്ട് മാത്രം ഇത് വാങ്ങിച്ചാൽ മതി. എന്തായാലും നമുക്കിനി മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരെയ്ക്കും ഗുഡ് ബൈ.